അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിയിലെ 10ാമത്തെ പാഠം സയ്യിദു ഷുഹൂർ, മാസങ്ങളുടെ നേതാവ്. വിശുദ്ധ റമളാനിനെ കുറിച്ചും റമളാൻ നോമ്പ് നിർബന്ധമായത് ആർക്കാണ്, പിന്നെ നോമ്പ് നോൽക്കാൻ പ്രയാസമുള്ളവർ എന്ത് ചെയ്യണം, നിയ്യത്ത് എങ്ങനെ ചെയ്യേണ്ടത്, നോമ്പിൻ്റെ കറാഹത്തുകൾ എന്തൊക്കെയാണ്, സുന്നത്തുകൾ എന്തൊക്കെയാണ്, നോമ്പ് ഖളാ വീട്ടിലെങ്ങനെയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് പാഠഭാഗങ്ങൾ നല്ലോണം ഒന്ന് വായിച്ചാൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവും. എക്സ്ട്രാ കൂടുതൽ വിശദീകരണമൊന്നുമില്ലാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലാണ് പാഠം ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി നോക്കുക. പാഠഭാഗത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല, തദ്രീബാത്ത് മാത്രമാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. തദ്രീബാത്തിൽ നസ്സിൽ ചേർക്കാനുള്ളതാണ്. ഒന്ന്, പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള മുസ്ലിം. അപ്പുറത്ത് ഓപ്ഷൻസുകളുണ്ട്. ഡി ഓപ്ഷനാണ് ശരി, നോമ്പ് നിർബന്ധമാണ്, മുസ്ലിമിന് നോമ്പ് നിർബന്ധമാണ്. 2, കുട്ടികൾ ഭ്രാന്തന്മാർ, അവർക്ക് നോമ്പ് നിർബന്ധമില്ല, ഓപ്ഷന് എ. 3, ഹൈള് നിഫാസ് ഉള്ളവർ, അവർക്ക് നോമ്പ് ഹറാമാണ്, ഓപ്ഷൻ ബി. പിന്നെ ഖളാ വീട്ടണം, പക്ഷെ നോൽക്കൽ ഹറാമാണ്. 4, വാർദ്ധക്യം കാരണം നോമ്പെടുക്കാൻ പ്രയാസമുള്ളവർ, അവർക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ്, മുദ്ദ് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഓപ്ഷൻ സി. ഓക്കെ. ഇനി അടുത്ത ഭാഗത്ത് 1, ജിമാഅ് ചെയ്യൽ, ഓപ്ഷൻ സി, നോമ്പ് മുറിയുന്ന കാര്യം. 2, നിയ്യത്ത് ചെയ്യൽ, ഓപ്ഷൻ എ, നോമ്പിൻ്റെ ഫർള്. 3, വെള്ളത്തിൽ മുങ്ങൽ, ഓപ്ഷൻ ഡി, നോമ്പുകാരന് കറാഹത്ത്. 4, ഇഅ്തികാഫ് വർദ്ധിപ്പിക്കൽ, ഓപ്ഷൻ ബി, നോമ്പിൻ്റെ സുന്നത്ത്. താഴെ നുക്കമ്മിൽ പൂരിപ്പിക്കാനുള്ള സുന്നത്ത് നോമ്പുകൾക്ക് ഉച്ചയ്ക്ക് മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതി, ഉച്ചയ്ക്ക് മുമ്പ് എന്നാണ്. 2, റമളാനിൽ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ്. 3, നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യൽ കറാഹത്താണ്. ഓക്കെ. താഴെ ഉത്തരം എഴുതാനുള്ളതാണ്. 1, നോമ്പനുഷ്ഠിക്കുന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. ദീർഘമായൊരു ഹദീസ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അന്ത്യദിനത്തിൽ നോമ്പുകാരന് ശിപാർശ ചെയ്യും, അതായത് നോമ്പ് ഒരാൾ നോറ്റാൽ ആ നോമ്പ് അന്ത്യദിനത്തിൽ അവന് വേണ്ടി ശിപാർശ ചെയ്യും എന്നാണ് ഹദീസിൻ്റെ ചുരുക്കം. 2, രോഗം കാരണം നോമ്പ് ഉപേക്ഷിച്ചവൻ എന്ത് ചെയ്യണം? ഉത്തരം, ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം ഭക്ഷണം നൽകണം. 3, റമളാൻ നോമ്പിൻ്റെ നിയ്യത്ത് എഴുതുക. നവൈത്തു സൗമഗദിൻ അൻ അദായി ഫർളി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഓക്കെ. അടുത്ത ഭാഗത്ത് ചോദ്യം 4, നോമ്പ് തുറന്ന ഉടനെ ചൊല്ലേണ്ട ദിക്ർ. അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്ഖിക അഫ്തർതു. പിന്നെ വേറെ ദിക്റും കൂടി ഉണ്ട്. ദഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. അത് നമ്മളെ പാഠഭാഗത്തിൽ 47ാമത്തെ പേജിലെ 2ാമത്തെ പാരഗ്രാഫിൻ്റെ ലാസ്റ്റിൽ ഉണ്ട്, അവിടെ നോക്കിയാൽ മതി. ഓക്കെ. അടുത്ത ചോദ്യം, ഗർഭിണികളുടെയും മുലയൂട്ടുന്ന ഉമ്മമാരുടെയും നോമ്പ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. ശേഷം ഖളാ വീട്ടേണ്ടതുമാണ്. സ്വന്തം ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് മാത്രം ഭയപ്പെട്ടാലും സ്വന്തം ശരീരത്തിനും കുട്ടിക്കും ബുദ്ധിമുട്ട് ഭയപ്പെട്ടാലും വിധി ഇതുതന്നെ. പക്ഷേ കുട്ടിക്ക് മാത്രം വല്ല പ്രയാസവും നേരിടുമെന്ന് ഭയന്ന് നോമ്പ് ഉപേക്ഷിച്ചാൽ ആ നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം ഫിദിയ കൊടുക്കലും നിർബന്ധമാണ്. അടുത്ത ചോദ്യം 2ാമത്തത്, നോമ്പിൻ്റെ സുന്നത്തുകൾ. നോമ്പിൻ്റെ സുന്നത്തുകൾ എന്ന് പറയുമ്പോൾ കുറേ സുന്നത്തുണ്ട്. രാത്രി പകുതിയായതിനു ശേഷം അത്താഴം കഴിക്കുക, തുടർന്ന് വായും പല്ലും വൃത്തിയാക്കുക, ഫജ്റിന് മുമ്പ് ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കുക, വലിയ ശുദ്ധിയുള്ളവർ കുളിക്കുക, ഖുർആൻ പാരായണം
ദാനധർമ്മങ്ങൾ, ഇഅ്തികാഫ് എന്നിവ വർദ്ധിപ്പിക്കുക, നോമ്പ് തുറപ്പിക്കുക, സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുക, ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക അതുമല്ലെങ്കിൽ വെള്ളം എന്നിവ കൊണ്ട് നോമ്പ് തുറക്കുക. നോമ്പ് തുറന്നാൽ അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്കിക അഫ്തർതു ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന് ചൊല്ലുക. റമളാനിലെ എല്ലാ രാത്രികളിലും കുളിക്കുക തുടങ്ങിയവ നോമ്പിൻ്റെ സുന്നത്തുകളാണ്. അടുത്ത ചോദ്യമുള്ളത്, റമളാൻ നോമ്പ് ഖളാ ആയാൽ എന്ത് ചെയ്യണം? ഉത്തരം, റമളാൻ മാസത്തിലെ നോമ്പ് നഷ്ടപ്പെട്ടവർ അടുത്ത റമളാനിന് മുമ്പ് അത് ഖളാ വീട്ടേണ്ടതാണ്. കാരണം കൂടാതെ ഒരിക്കലും ബന്ധിക്കാൻ പാടില്ല. നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റമളാനിന് മുമ്പ് ഒരു കാരണവുമില്ലാതെ വീണ്ടെടുക്കാതിരുന്നാൽ, അതായത് ഒരു കാരണവുമില്ലാതെ ഖളാ വീട്ടാതിരുന്നാൽ പിന്നീട് ഖളാ വീട്ടുന്നതോടൊപ്പം ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം സാധുക്കൾക്ക് ദാനം ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ.